ഹലോ ഫ്രണ്ട്സ്, വെൽക്കം അവർ ചാനൽ. എന്നാ മിക്കി ബിസ്ക്കറ്റ് കഴിച്ചോ? നമ്മൾ മിക്കിയെ കാണാൻ വന്നേക്കുവാണ്. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇടാൻ പറ്റിയില്ല. മിക്കിയാണെങ്കിൽ വീട് പണിയൊക്കെ ആയതുകൊണ്ട് മിക്കിയെ ഇവിടെ ഞങ്ങൾക്കറിയാവുന്നൊരു വീട്ടിലാണ് ഇപ്പം മിക്കി നിൽക്കുന്നത്. ഇവിടെ മിക്കിക്ക് കുഞ്ഞൊക്കെ ഉണ്ടായി. ഒരു കുഞ്ഞിനെ ആ കണ്ണൻ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. കുഞ്ഞാവേ വേണ്ട ഒരാളൂടെ. ഇതിൻ്റെ അകത്ത് 3 ആൺകുട്ടിയും 5 കുഞ്ഞുങ്ങളുണ്ട്. 3 ആൺകുട്ടിയും 2 പെൺകുട്ടിയാണ് ഉള്ളത്. വേറെ ഒരു കുഞ്ഞായത്. ഇതിപ്പോൾ മിക്കി ഇടുന്നത് ഇവിടെ അല്ല. ഇവർക്കാണെങ്കിൽ ഇവിടെ ഗവിയിലോട്ട് പോകുന്ന വഴിക്ക് ഇവരുടെ വീട് ഇവർക്ക് ഇവിടെ ഒരു ഹോം സ്റ്റേ ഹൗസൊക്കെ ഉണ്ട്. ഹോം സ്റ്റേ ഇവിടെ ഗവിയിലേക്ക് പോകുന്നവർക്കൊക്കെ ഇവിടെ താമസിക്കാൻ വേണ്ടി ഇവിടെ താമസിക്കുന്നതൊക്കെ നിങ്ങളാരെങ്കിലും ഗവിയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഇവരുടെ വീടും അതിൻ്റെ ഹോം സ്റ്റേ ഇതെല്ലാം കാണിക്കാം. മിക്കിയെ ഞങ്ങൾ വീട് പണിക്ക് ആയതുകൊണ്ടാണ് മിക്കി ഇവിടെ കൊണ്ടാക്കി. അന്നേരം ഞങ്ങൾ ഒത്തിരി നാൾക്ക് ശേഷം ഇവിടേക്ക് വരുന്നത്. എൻ്റെ കുട്ടികളെല്ലാം കിടക്കുന്നു. മിക്കിക്ക് ഞങ്ങളെ മനസ്സിലാവത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ മനസ്സിലാവുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. ഇനിയും കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളെ തൊടാൻ സമ്മതിക്കുമോ, കുഞ്ഞിനെ എടുക്കാൻ നേർത്ത് കടിക്കുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഒന്നുമില്ല. ഞങ്ങൾ വന്ന സമയത്ത് തന്നെ മിക്കിക്ക് ഞങ്ങളെ മനസ്സിലായി. എൻ്റെ അടുത്തും അച്ചച്ചിയുടെ അടുത്തും അമ്മച്ചിയുടെ അടുത്തും കണ്ണൻ്റെ അടുത്തും എല്ലാം ചാടി വന്നു. ഇതിപ്പോൾ ഇന്ന് മിക്കി ഇവിടെ അല്ലിടുന്നത്. മിക്കിക്ക് വേണ്ടി ഒരു വലിയൊരു റൂം മൊത്തത്തിൽ ഉണ്ട്. അവിടെ മിക്കി കിടക്കുന്നത്. ഇതിപ്പം ഈ താഴെയായിട്ടന്ന് ഇന്നിപ്പോൾ ഗസ്റ്റൊക്കെ വരുന്നതുകൊണ്ട് ഇന്ന് ഗസ്റ്റ് ഉണ്ട്. 2 ഗസ്റ്റ് കൂട്ടുകാരുണ്ടായിരുന്നു. അന്നേരം അതുകൊണ്ട് മിക്കിയെ താഴോട്ട് ഇവിടെ മിക്കിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കൂട് പോലെ ഉണ്ടാക്കാനാണ് ഇവിടെ ഒരു ഇച്ചിരി വലിയ ഏരിയ ഇവിടെ ഇതിൻ്റെ അടിയിലായിട്ട്. അന്നേരം ഇവിടെ ആയിട്ട് മിക്കിക്ക് ഇത് ഉണ്ടാക്കാനാണ് ഗേറ്റൊക്കെ ഫിറ്റ് ചെയ്ത് മിക്കിക്ക് വേണ്ടിയിട്ട് ഒരു കൂട് ആയിട്ട് ഉണ്ടാക്കാനാണ്. അതേണ്ട മിക്കി ഇരിക്കുക ഇവിടെ. മിക്കിയുടെ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. മിക്കിക്ക് മിക്കിയുടെ കുഞ്ഞിനെ എടുക്കുന്നതിനൊന്നും മിക്കിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാനോർത്ത് ഇനിയും കുഞ്ഞ് ഉണ്ടായാലേ ഉള്ളൂ. കുഞ്ഞിന് കണ്ണൊന്നും തുറന്നു പോലില്ല. 7 ദിവസം കഴിഞ്ഞ ശനിയാഴ്ച, അതായത് ആഗസ്റ്റ് 5-നാണ് കുഞ്ഞുണ്ടായത്. എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഇനിയും കുഞ്ഞിനെയൊക്കെ എടുക്കാൻ നേരം കടിക്കുമോ. വാലും കൊണ്ട് ബിസ്ക്കറ്റിന് വേണ്ടി കണ്ണൻ്റെ അടുത്ത് നിൽക്കുക, എന്നെ വാലും കൊണ്ടിട്ട് അടിക്കുക. ഞാനൊരെണ്ണം കൊടുത്ത് കാണിക്കാവേ. നമുക്ക് എൻ്റെ കയ്യിൽ നിന്നെല്ലാം മേടിക്കുന്നുണ്ട് ബിസ്ക്കറ്റ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ബിസ്ക്കറ്റ് കൊടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ കണ്ണുപോലും തുറന്നില്ല. അല്ലെങ്കിൽ ഞാൻ കുഞ്ഞുങ്ങൾക്കും കൊടുത്തേനെ. എന്തായാലും ഇനിയും കുറച്ച് ദിവസം കൂടെ, എന്തായാലും ഇനി ഓണത്തിൻ്റെ അവധിയൊക്കെ ഉണ്ടല്ലോ. ഓണം എക്സാമൊക്കെ കഴിഞ്ഞ് അവധിക്കൊക്കെ എന്തായാലും ഞാൻ വരും മിക്കയെ കാണാനൊക്കെ. അന്നൊക്കെ കുഞ്ഞിച്ചിയുടെ വലുതാവുമായിരിക്കാം. ഇച്ചിരി വലുതാകുമ്പം കുഞ്ഞിനും ഞാൻ കൊണ്ട് ബിസ്ക്കറ്റൊക്കെ കൊടുക്കും. അതേണ്ട എല്ലാവരും ഉറക്കമാണ്. കുഞ്ഞുങ്ങളെല്ലാം ഒരാൾക്ക് ചെറിയ ഉറക്കത്തിൽ നിന്ന് ഒരാൾ ചെറുതായിട്ട് ഉണരുവാന്ന് തോന്നുന്നു. എല്ലാവരും നല്ല ഉറക്കമാണ്. കിടക്കുന്നു നല്ല കുട്ടികൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കിടക്കുന്നതന്നെ, ഈ നടുക്ക് കിടക്കുന്ന 2 പേരുടെയും കൂടെ ഇടയിൽ കിടക്കുന്ന. ഇവിടെ ഒരു മലയണ്ണാൻ ചാടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല വീഡിയോയിൽ. ഒരു മലയണ്ണാൻ ചാടുന്നുണ്ട്. ശബ്ദം കേട്ടോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് നോക്കി. ക്യാമറയിൽ കൂടെ കാണത്തില്ലായിരിക്കും. ഇതേണ്ട മിക്കി ഇരിക്കുന്ന ഇതേണ്ട മിക്കിയുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതേണ്ട ഒരു കുഞ്ഞു കിടക്കുന്നു. മിക്കിയുടെ കുഞ്ഞുങ്ങളും കുഞ്ഞൊക്കെ ഞാൻ തൂത്ത് കൊടുത്തത് നല്ല രസമായി. എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് തൂത്ത് കൊടുക്കാനൊക്കെ നല്ല സോഫ്റ്റാണ്.
നല്ല കുഞ്ഞുങ്ങൾ. ഇതാ കണ്ണൻ മിക്കിയെ പിടിച്ചുകൊണ്ടിരിക്കുക. നല്ല മിക്കി എന്നെ മര്യാദയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കത്തില്ല. മിക്കി എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് എൻ്റെ മുഖത്തെല്ലാം നക്കാനൊക്കെ നോക്കുക. അല്ലേ ഇത് ഞാൻ ഒത്തിരി ലോങ് വീഡിയോ ആക്കി നിങ്ങളെ ലാഗ് അടുപ്പിക്കുന്നില്ല. ഞാൻ പിന്നെ ഇവിടെ താഴെ ആറൊക്കെ ഉണ്ട്. ആറിൻ്റെ പരിസരവും അവിടെ ആൾക്കാർക്കൊക്കെ വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ചെറിയൊരു ഹൗസ് പോലെ ചെറിയൊരു ഷെഡ് പോലൊക്കെ ഉണ്ട്. അവിടെ ഈ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാനുള്ള ഗ്രിൽ പാടും എല്ലാം ഉണ്ട്. ആറൊക്കെ ഞാനാണെങ്കിൽ അവിടോട്ട് എന്തായാലും അവിടെ ഞാനിതുവരെ പോയിട്ടില്ല. നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങിപ്പോയി നോക്കാവേ. ഫ്രണ്ട്സ്, ഇവിടെ നല്ല ഉരുണ്ട കല്ലുകളൊക്കെ ഉണ്ട്. ഞാൻ ആറ്റിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയ മീനുകളെയൊക്കെ ഇതിൽ കൂടെ കാണാം. വലിയ മീനുകളൊക്കെ ഉണ്ട്. ഇച്ചിരി നല്ല വലിയ മീനൊക്കെ ഉണ്ട്. അതിനൊന്നും കാണുന്നില്ല. ഞാൻ ആദ്യം ഇറങ്ങി വന്ന സമയത്ത് ഒത്തിരി മീനെ കണ്ടായിരുന്നു. ഫോൺ എടുത്തിട്ട് വീഡിയോ പിടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് വലിയ മീനെയൊന്നും കാണുന്നില്ല. ഇവിടെയൊക്കെ ഉണ്ട് മീനെയൊക്കെ. വലിയ മീനൊക്കെ ക്യാമറയിൽ കൂടെ കാണിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് വെള്ളത്തിൽ വെയിലടിക്കുന്നതിൻ്റെ ഒരു ചെറിയ ഇതുകൊണ്ടും കാണുന്നില്ല. പിന്നെ മീനെല്ലാം പെട്ടെന്ന് ഓടിപ്പോകുന്നു. ഇതിൻ്റെ അകത്തുണ്ട് ഒത്തിരി മീൻ. വലിയ മീൻ ഇപ്പോൾ ഒന്നിനെ കണ്ടായിരുന്നു. ഇതിൻ്റെ തൊണ്ട് ഒത്തിരി മീൻ, വലിയ മീനുകളും എല്ലാം ഉണ്ട്. എല്ലാത്തെയും ടൈഗർ ഫിഷൊക്കെ ഉണ്ട്. ഇതിൻ്റെ വാലിലെല്ലാം നല്ല റെഡ് കളേഴ്സൊക്കെ ഉള്ള മീനുകളൊക്കെ ഉണ്ട്. ഒത്തിരിയേറെ മീനുകളിലുണ്ട്. എന്തായാലും നമുക്ക് വെള്ളത്തിലോട്ടൊന്ന് ഇറങ്ങിയൊക്കെ നോക്കാം. നമ്മളെന്തായാലും അങ്ങോട്ട് ഇറങ്ങാൻ പോവാം. ഞാൻ എൻ്റെ ജീൻസിൻ്റെ പാൻ്റായിരുന്നു, അതുകൊണ്ട് ഒത്തിരി കയറത്തൊന്നും ഇല്ല. ഞാൻ എന്തായാലും ഒരു മുട്ടിൻ്റെ ആ ഒരു ഭാഗം വരെ ജീൻസ് വലിച്ച് മേളിൽ കയറ്റി വെള്ളത്തിലോട്ട് എന്തായാലും ഇറങ്ങാം. ഇവിടെ ഒത്തിരി മീനൊക്കെ ഉണ്ട്. എന്തായാലും എനിക്ക് അതിൻ്റെ ഈ അറ്റം വരെ പോകണമെന്നൊക്കെ ഉണ്ട് ആഗ്രഹം. അറ്റം വരെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഡ്രസ്സ് നനയുമോയെന്ന് ഒരു സംശയം. എനിക്കിതാ ആ കമ്പെ പിടിക്കണം. ഇവിടുന്ന് അവിടെ ഇച്ചിരി ആഴം കൂടുതലാണ്. മുട്ടിന് മേളിൽ വരെ ഉണ്ട്. എൻ്റെ ജീൻസ് നനയുമെന്ന് തോന്നുന്നു. എന്നാലും എൻ്റെ വാശി വിടാതെ ഞാനത് പിടിച്ചിരിക്കും. എവിടെ വരെ എത്തി. എവിടെ വരെ വന്നപ്പോഴത്തേക്ക് എൻ്റെ അവിടുന്ന് ഞാൻ ഇവിടെ വരെ വന്നു. അന്നേരത്തേന് എൻ്റെ ജീൻസ് മൊത്തം നനഞ്ഞു. എന്തായാലും ഒരു ബെർമൂഡ വണ്ടിയിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് നനഞ്ഞാലും അതെടുത്തിടാം. ഇത് നല്ല കമ്പ്, നല്ല രസമുണ്ട് ഇത് കാണാനൊക്കെ. എനിക്ക് ഈ കമ്പെ പിടിച്ചൊന്ന് ഊഞ്ഞാൽ പോലെ ആടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് ഇവിടെ വരെ വന്നപ്പോഴത്തേക്ക് എൻ്റെ എല്ലാം നനയുകയും ചെയ്തു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ മൊബൈലിരിക്കുകയല്ലേ, വീഡിയോ എടുക്കുകയും ചെയ്യുക. ഒറ്റ കൈയും കൊണ്ട് ശരിക്കും ആടാനും പറ്റത്തില്ല. അതിന് വരെ ഇപ്പം മൊബൈലെടുത്ത് പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വെള്ളത്തിൽ കൂടെ വന്നതുകൊണ്ട് എൻ്റെ പോക്കറ്റിൻ്റെ മേളിൽ വരെ പാൻറ്റ് നനയുകയും ചെയ്തു. പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഫോണും നനയും, അതുകൊണ്ട് പോക്കറ്റിലും ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു ആഗ്രഹം ഞാൻ ഉപേക്ഷിച്ചു. നീ എന്തായാലും മിക്കിയുടെ കുഞ്ഞൊക്കെ ഉണ്ടായി ഓണത്തിന് അവധിയൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ ഓണത്തിൻ്റെ അവധിക്ക് മിക്കിയെയും കുഞ്ഞിനെയൊക്കെ കാണാൻ വരും. അന്നേരം ഇതിലെല്ലാം കയറി അന്ന് ഞാനാണെങ്കിൽ ആറ്റിലും ചാടും. അന്ന് ഞാൻ പറ്റുവാണെങ്കിൽ വീഡിയോ ഇടാം ആറ്റിൽ ചാടുന്നതിൻ്റെയൊക്കെ. ഞാൻ കരയിലെത്തി. അങ്ങനെ ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട്, താമസിക്കാനല്ല, ഇതിൻ്റെ സൈഡിൽ ഇരുന്ന് ഇച്ചിരി രാത്രിയിലോ വല്ലതും ഈ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കാനും, ഗസ്റ്റിനൊക്കെ ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിക്കാനും, അങ്ങനെയുള്ള ഓരോ ഇതിനൊക്കെ കഴിക്കുകയൊക്കെ വേണമെങ്കിലും ചുമ്മാ ഇരുന്ന് നമുക്ക് സംസാരിക്കാനും അങ്ങനെയൊക്കെയുള്ള കുറച്ച് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്.
അത് ഞാൻ കാണിക്കാം. എൻ്റെ പാൻറ്റ് മൊത്തം എന്തായാലും നനഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയി ബർമൂഡ എടുത്തിടണം. ഞാൻ എന്തായാലും ആറ്റിൻ്റെ അവിടെ നിന്ന് ഇവിടെ വരെ വന്നു. ഇവിടെ ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് ഇരിക്കാനും ഒക്കെയുള്ള ചെറിയൊരു സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞേ. ഇതിൻ്റെ മണ്ട ഓല ഇട്ടേക്കുവാന്ന് തോന്നുന്നു. ഇവിടെ ഒരു ചെറിയ പാലമുണ്ട്. ഇത് അവിടെ ആണ് ഇതിൻ്റെ രാത്രി താമസിക്കാനുള്ള സൗകര്യം അവിടാണ്. ഇവിടുന്ന് ഇവിടോട്ട് വഴിയുണ്ട്. ഇവിടെ വേണ്ട ആറുണ്ട്. ആൾക്കാർക്ക് വന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ആണെങ്കിൽ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഒരു ബെഞ്ച് പോലുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഒരു ടേബിളുണ്ട്. ടേബിളിന് ചുറ്റും 4 തടി കഷ്ണമാണ് ഇട്ടിരിക്കുന്നത് ഇരിക്കാനായിട്ട്. ഇവിടെ ബെഞ്ച് പോലുള്ള ഒരു ചെറിയ സൗകര്യം. ഇവിടെ ഈ ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാനുള്ള ഗ്രിൽ പാടുണ്ട്. ഇത് പഴയതായിരിക്കുന്നത്. ഇവിടെ വേറെ ഒരു പുതിയ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാനുള്ള ഗ്രിൽ പാഡ് ഒരു പുതിയത് ഇരിപ്പുണ്ട്. അത് ഇവിടെ അല്ല, അത് മേളിലാണ്. അത് നമുക്കാണെങ്കിൽ ഗ്രില്ല് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അതും കൂടെ എടുത്തോണ്ട് വരാം. എന്നിട്ട് വന്ന് ഗ്രില്ലൊക്കെ വേണേൽ ചെയ്യാം. ഞാൻ അവിടുന്ന് എന്തായാലും ഇറങ്ങി. ഇവിടെ ഒരു ചെറിയ പാലം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു തോടാ. ഇപ്പം വെള്ളമില്ല. ഇവിടെ ആണെങ്കിൽ തടിയും കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ പാലം പോലെ ഇവിടെ പിടിച്ച് ഒരു വള്ളി കെട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് എന്തായാലും പോകുന്നതിൻ്റെ ഇവിടെ സൈഡിലൊരു വലിയൊരു പാറയൊക്കെ ഉണ്ട്. ഞാൻ കാണിക്കാം കേട്ടോ. ആ പാറയുടെ അവിടെ ആയിട്ട് ഒത്തിരി മുളയൊക്കെ നിൽപ്പുണ്ട്. നല്ല അവിടെ രസമുണ്ട്. അവിടെ ആണെങ്കിൽ വെള്ളമൊക്കെ ചെറിയ വെള്ളമുണ്ട്. പക്ഷേ അങ്ങോട്ട് ഇറങ്ങി പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകാനൊന്നും പറ്റത്തില്ല. ഞാൻ കാണിക്കാം. ഇതാ പാറ. അതിൻ്റെ ഇവിടെ ആയിട്ടൊക്കെ ചെറിയ വെള്ളം ഒക്കെ വരുന്നുണ്ട്. അവിടെ ഒത്തിരി മുളയൊക്കെയാണ്. ബാക്കി നിൽക്കുന്ന എല്ലാം മുളയൊക്കെയാണ്. അതിലൊരു മലയെണ്ണം ചാടി പോകുന്നുണ്ട്. എന്തായാലും ഇത്ര ഒത്തിരി സൂം ചെയ്ത് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും. ഇതിലെ തോട് പോലൊക്കെ പോകുന്നത്. എനിക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാനൊക്കെ പാടാം. ഇവിടെയൊക്കെ ഒത്തിരി മുളയൊക്കെ ഉണ്ട്. നിങ്ങൾ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ അധികം ഇതിൻ്റെ ഭംഗി, നേച്ചറിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഗവിയിലേക്ക് പോകുന്നവരാണെങ്കിൽ, ഗവി പോകാൻ വരുന്നവരൊക്കെ ആണെങ്കിൽ താമസിക്കാനൊക്കെ നല്ല സ്ഥലവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഈ റൂമിൻ്റെ അകത്ത് ഒരു അക്വേറിയൊക്കെ ഇരിപ്പുണ്ട്. എന്തായാലും നമ്മൾ അങ്ങോട്ട് കയറി പോവാണ്. ഇതാണ് താമസിക്കാനുള്ള സൗകര്യം ഇവിടാണ് ഉള്ളത്. മിക്കി ഇപ്പം തൽക്കാലം ഇവിടെ കിടക്കുക. മിക്കി ഇവിടെ അല്ല കിടക്കുന്നത്. മിക്കിക്ക് മേളിൽ മിക്കി കിടക്കുന്നത്. ഇതിപ്പം ഇന്നിവിടെ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് മിക്കിയെ തൽക്കാലത്തേക്ക് ഇവിടോട്ട് കൊണ്ടിട്ട് രാത്രിയിൽ ഇവർ കിടക്കുന്നതിന് മുമ്പായിട്ട് മിക്കി അങ്ങ് മേളിൽ കൊണ്ടുപോകും. മിക്കിയുടെ കുട്ടികളെയും മിക്കി ഞാൻ പോവാന്ന് പറഞ്ഞതിൻ്റെ അവൾക്ക് വിഷമമുണ്ട്. ഞാനും കണ്ണനും അച്ഛച്ചിയല്ല. എന്തായാലും ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വന്ന് കാണുമെന്നല്ല, ഇനിയും വന്ന് മിക്കിയെ കാണും. ഞാൻ എന്തായാലും മേളിലേക്ക് കയറി പോവാ. അച്ചാച്ചി അമ്മച്ചിയും മേളിലോട്ട് കയറിപ്പോയി. എന്നെ തോപ്പിച്ചിട്ട് കണ്ണന് ഓടിപ്പോകുന്നുണ്ട് എൻ്റെ മുന്നിൽ. ഞാൻ മേളിലേക്ക് വന്നിട്ട് നിങ്ങളെ അതിൻ്റെ അകത്തെ സൗകര്യങ്ങളെല്ലാം കാണിക്കാം. മേലോട്ട് എന്തായാലും കയറി പോയിക്കൊണ്ടിരിക്കുക. ഇവിടാണ് ഇവരുടെ ഒരു ഹോം സ്റ്റേയുടെ ഒരു ബോർഡൊക്കെ ഉണ്ട്. ഗേറ്റ് വേ ഓഫ് ഗവി ഹോം സ്റ്റേ റൂംസ് ആൻഡ് ഹോംലി ഫുഡ്, സേഫ് കിച്ചൺ, ഹാള്, ബാൽക്കണി, കാർ പാർക്കിങ്, പിന്നെ ഇവരുടെ ഗവി ടിക്കറ്റ് അഡ്വാൻസ് ബുക്കിങ്, ഇവരുടെ വാട്സപ്പ് നമ്പർ 2 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ജിമെയിൽ ID, ലൊക്കേഷന് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ വരുന്നവരാണ് നേരത്തെ ഇവരെ വാട്സപ്പ് നമ്പർ ഞാനാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ, അത് നിങ്ങൾ വിളിച്ചാൽ മതി. വിളിച്ച് അന്വേഷിച്ചാൽ ഇവർ ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഇവിടെ ആണെങ്കിൽ കളർ കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും അകത്തേക്ക് കയറി നിങ്ങളെ കാണിക്കാം. ആദ്യം കയറുന്നിടത്ത് തന്നെയായിട്ട് ഒരു ഡൈനിങ് റൂം പോലെ ചെറിയൊരു സംവിധാനമുണ്ട്. ഇവിടെയൊക്കെ ഇരിക്കാം.
ഇതൊരു ചെറിയൊരു ബെഡ്റൂമാണ്. ഇവിടെ വെട്ടം ഇതിൻ്റെ സ്വിച്ച് എവിടെയാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് ഇട്ട് കാണിക്കാഞ്ഞേ. ഇതാ ഇവിടെ ഒരു ചെറിയ അക്വേറിയം ഉണ്ട്, ഇവിടെ മീനൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഞാൻ കാണിച്ച പാറയൊക്കെ കാണാൻ കഴിയും. ഇവിടെ ആയിട്ട് ഇതുകൊണ്ട് അവിടെ ആറൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആറൊക്കെ കാണാം. ഇതാ ഇവിടെ ഉണ്ട് ഇതാ കല്ലൊക്കെ നല്ല. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ ഭംഗിയൊക്കെ നന്നായിട്ട് മനസ്സിലാവും. ഇതൊരു ടോയ്ലറ്റാണ്. ഇത് പിന്നെ പൂട്ടിയിട്ടേക്കുമായിരുന്നു. അതും ഒരു ബെഡ്റൂമാണ്. അത് ഇച്ചിരി വലിയൊരു ബെഡ്റൂമാണ്. 2 ബെഡൊക്കെ ഉള്ള ഒരു ബെഡ്റൂമാണ്. ഞാൻ വെളിയിൽ ഇറങ്ങി. എന്തായാലും ഇപ്പം ഈ സമയം 2 കൂട്ടർ വരാനുണ്ട് ഗസ്റ്റുകൾ. അവർ വന്നു കഴിയുമ്പം ഞാൻ കാണിക്കാം. ഇതുവരെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും ഒരു കൂട്ടർ വന്നിട്ടുണ്ട് ഗസ്റ്റ്. അവരെല്ലാം അവരിപ്പോൾ ഇറങ്ങി വരുന്നതെല്ലാം ഞാൻ കാണിക്കാം. അവരിങ്ങോട്ട് വന്ന് നിൽക്കുന്നേ ഉള്ളൂ. അച്ചാച്ചി അന്നേരം അവർക്ക് വണ്ടി കയറിയിടാൻ വേണ്ടിയിട്ട് വണ്ടി മാറ്റി കൊടുക്കുകയാണ്. അവരെല്ലാം ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ വന്നവരൊക്കെ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ വീഡിയോ പിടിക്കുകയും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിക്കുന്നതൊക്കെ ഉണ്ട്. വീഡിയോ ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇവർ നിൽക്കുന്നതിൻ്റെ അവിടെ വണ്ടി നിൽക്കുന്നതിൻ്റെ കുറച്ചുകൂടെ അപ്പുറത്തായിട്ടാണ് ഈ ഗവിയിലേക്ക് പോകാനുള്ള ഗേറ്റ്. അവിടുത്തെ അങ്ങോട്ട് പോകാൻ നമുക്ക് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഞാൻ അവിടെ എന്തായാലും കാണിക്കാൻ മറന്നുപോയി. ഞാനാണെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞ് എൻ്റെ വോയിസൊക്കെ എഡിറ്റ് ചെയ്ത് ഇടുന്നേ. ഇപ്പം അന്നേരം ആ സമയത്ത് അവിടെയൊക്കെ പോയി നിങ്ങളെല്ലാം കാണിക്കാനൊക്കെ മറന്നുപോയി. ഇവിടെ കൂടെ കുരങ്ങൊക്കെ ചാടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കാൻ വന്നേ. ചാടിപ്പോന്നെ മൊബൈലിൽ കൂടെ ആയതുകൊണ്ട് അധികം ക്ലിയർനെസ് നിങ്ങൾക്ക് കിട്ടത്തില്ലായിരിക്കും ശരിക്കും കാണാൻ. എന്നാലും ഇതിലൊക്കെ ചാടി പോകുന്നുണ്ട്. 1-2 കുരങ്ങൊന്നുമല്ല, ഒത്തിരി കുരങ്ങുകളുണ്ട്. ഒരു വൈകുന്നേരം സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ഒത്തിരി കുരങ്ങിനെയും ഒക്കെ കാണാം. ഇതിപ്പം ഞാൻ നിൽക്കുന്ന ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ സമയമാണ്. അന്നേരത്തേന് കുരങ്ങൊക്കെ വരുന്നതേ ഉള്ളൂ. ഈ വീടിൻ്റെ ബാൽക്കണിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ക്ലിയറായിട്ട് കാണുകയൊക്കെ ചെയ്യാം. ആ സമയത്ത് വേണമെങ്കിൽ താഴെ ഞാൻ കാണിച്ച ഒരു ചെറിയ ആറിൻ്റെ സൈഡിലായിട്ടുള്ള അവിടെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഗ്രില്ലൊക്കെ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പുതിയ ഗ്രിൽ പാഡ് ഇവിടെ മേളിൽ ഇരിപ്പുണ്ട്. പിന്നെ ഗസ്റ്റുകളൊക്കെ താഴോട്ടൊക്കെ ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുകയാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് പിന്നെ മിക്കിയുടെ കുട്ടികളെ ഇഷ്ടപ്പെട്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പേരുകളൊക്കെ ഇഷ്ടപ്പെട്ട പേരുകളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ മിക്കിയുടെ കുട്ടികളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് അടിയിൽ കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് പിന്നൊരു പ്രാവശ്യം കാണാം. ബൈ.